ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസിലെ പ്രതി മുഹമ്മദ് ഷുഹൈബിനായി നാടെന്നാകെ വലവിരിച്ച് അന്വേഷണ സംഘം. ഷുഹൈബ് ഇതര സംസ്ഥാനത്തേക്ക് കടന്നതായി പോലീസ് സംശയിക്കുന്നു. ഷുഹൈബിൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു. ഗോകുൽ, ഷുഹൈബിന് എതിരായി ലുക്കൌട്ട് നോട്ടീസ് വരെ പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ അതിനു മുമ്പ് ഷുഹൈബ് വന്ന് സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞത് താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ താൻ എല്ലാ നിയമ നടപടികളും നേരിടാം, താൻ നിയമ നടപടികൾക്ക് വിധേയനാകും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആളാണ് മുഹമ്മദ് ഷുഹൈബ്. പക്ഷേ പോലീസ് കേസെടുത്തു, അന്വേഷിച്ച് കാര്യങ്ങൾ എത്തിയപ്പോൾ ഷുഹൈബ് ഒളിവിൽ പോയി. ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ശക്തമാക്കി. അന്യസംസ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ ഗോകുൽ കേൾക്കാമെങ്കിൽ. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഷുഹൈബ് ഇതര സംസ്ഥാനത്തേക്ക് കടന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു. പക്ഷേ അദ്ദേഹം നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞത് എല്ലാ നിയമ നടപടികളിലേക്കും താൻ വിധേയനാകുമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും ഷുഹൈബ് ഒളിവിൽ പോകുന്ന സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ ഗോകുൽ. ഷുഹൈബ് ഒളിവിലാണ്. ഷുഹൈബിനൊപ്പം ഈ MS സൊല്യൂഷനിലെ 2 അധ്യാപകർക്ക് കൂടി ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ 2 അധ്യാപകരും കഴിഞ്ഞ 2 തവണയായിട്ടും ഹാജരായില്ല. ഇന്നലെ ഹാജരാവാൻ നോട്ടീസ് നൽകി. അവർ 2 പേരും വിഷ്ണു, ഫഹദ് എന്ന് പറയുന്ന 2 അധ്യാപകരാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാവാൻ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത്. ഇന്നലെ അവർ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. അതുപോലെ തന്നെ MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള ഷുഹൈബ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒളിവിൽ തുടരുകയാണ്. ഷുഹൈബിനെ കണ്ടെത്താൻ ലുക്കൌട്ട് സർക്കുലറൊക്കെ ക്രൈംബ്രാഞ്ച് പുറത്തിറക്കിയിരുന്നു. എന്നാലും ഇതുവരെ കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചില്ല. ചോദ്യപേപ്പർ ചോർച്ച വിവാദം ഉയർന്ന സമയത്ത് തന്നെ ഈ ഷുഹൈബ് അവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ 3 തവണ ഓൺലൈനിൽ വരികയും ലൈവായി തന്നെ വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സന്ദർഭത്തിലായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ എല്ലാ തരത്തിലുള്ള അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്, തന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ടുള്ള മറ്റു പ്ലാറ്റ്ഫോമുകളാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്ന രീതിയിൽ വലിയ വിമർശനങ്ങളുമായി ഷുഹൈബ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഷുഹൈബിനെതിരെയും MS സൊല്യൂഷനെതിരെയും FIR രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച നാൾ തൊട്ട് ഷുഹൈബ് ഒളിവിലാണ്. ഷുഹൈബിന്റെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഷുഹൈബിനോട് ഹാജരാവാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നു. ഷുഹൈബിന് നോട്ടീസ് നൽകിയിരുന്നു. അദ്ദേഹം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാവാൻ തയ്യാറായിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് അദ്ദേഹം ഒളിവിൽ കഴിയുകയാണ്. കഴിഞ്ഞ 2 തവണയും കോടതി ഇദ്ദേഹത്തിന്റെ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് മുൻകൂർ ജാമ്യം അനുവദിക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഷുഹൈബിനെ കണ്ടെത്താനുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ലുക്കൌട്ട് സർക്കുലറൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി ഈ ദിവസങ്ങളിലും ഷുഹൈബിനെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അടുത്ത നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുമെന്നാണ് അല്പസമയം മുമ്പ് SP-യുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ അല്ലെങ്കിൽ ഷുഹൈബിന് പങ്കുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഷുഹൈബും MS സൊല്യൂഷനും ഈ ആരോപണം തള്ളിക്കൊണ്ടായിരുന്നു മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. എല്ലാ അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ് എന്ന് MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള ഷുഹൈബ് അവരുടെ തന്നെ പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ അന്വേഷണവുമായിട്ട് യാതൊരു തരത്തിലും സഹകരിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം CEO ഹാജരാവുന്നില്ല. അതേപോലെ തന്നെ ഈ ആരോപണ വിധേയരായിട്ടുള്ള ചില അധ്യാപകരുണ്ട്, അവരോട് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാവാൻ പറഞ്ഞിരുന്നു. അവരും ഹാജരാവാത്തൊരു സാഹചര്യമുണ്ട്. ഈ ചോദ്യപേപ്പർ ചോർച്ച വിവാദം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ അതിന് തൊട്ട് പിറ്റേ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഉടനടി കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചോദ്യപേപ്പർ ചോർച്ച വിവാദം ഉയർന്ന് ഏകദേശം 14-15 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സമയം വരെ ഒരു നടപടിയിലേക്കും കടക്കാൻ സാധിച്ചിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു നടപടിയും നേരിട്ട് ഇതിൽ ഇടപെട്ടിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്ന ഒരു നടപടി എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം MS സൊല്യൂഷനെതിരെ നേരത്തെയും ആരോപണം ഉയർന്നിരുന്നു. ഓണപരീക്ഷാ കാലത്ത് ആരോപണം ഉയർന്ന സമയത്ത് താമരശ്ശേരി DDE പരാതി നൽകുകയൊക്കെ ചെയ്തിരുന്നു. ആ പരാതികളൊക്കെ വീണ്ടും പുനഃപരിശോധിക്കുകയും എന്തായിരുന്നു പരാതി നൽകാനിടയാക്കിയ സാഹചര്യം എന്നതിനെ സംബന്ധിച്ച അന്വേഷണം മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഷുഹൈബിനും MS സൊല്യൂഷനുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അധ്യാപകരെയോ MS സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ മൊഴിയെടുക്കേണ്ടതുണ്ട്, അവരുടെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഷുഹൈബിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കുന്ന 2 അധ്യാപകരോടാണ് ഹാജരാവാൻ പറഞ്ഞിട്ടുള്ളത്. അവരുടെ മൊഴിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഈ എയർപോർട്ടുകളും റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കേന്ദ്രീകരിച്ചും ജില്ലാ അതിർത്തികളും സംസ്ഥാന അതിർത്തികളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. വിവിധ പോലീസുകൾക്ക് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്.
ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ഷുഹൈബ് എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച വ്യക്തത വരുന്നില്ല. അന്വേഷണം കൂടുതൽ ഊർജിതമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഷുഹൈബിനെ ചോദ്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ക്രൈംബ്രാഞ്ച് സംഘം പങ്കുവെക്കുന്നത്. ഇനിയിപ്പോൾ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക 31-ാം തീയതി ആയിരിക്കും. ആ ദിവസങ്ങളിൽ വരെ ഷുഹൈബ് ഒളിവിൽ കഴിയുമോ, അതിനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കേസിന്റെ ഏത് രീതിയിലായിരിക്കും മുന്നോട്ടേക്ക് പോവുക എന്നത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. വിനോദ്.